ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണസമിതിക്ക് മികച്ച വിജയം. പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ ഗൃഹനാഥൻ മരിച്ചു. ദുരന്തത്തിന് ദൃക്സാക്ഷിയായി മകൻ. സ്ത്രീ സുരക്ഷ നമ്മുടെ കടമ പദ്ധതി കൊട്ടാരക്കര റൂറൽ പോലീസ് മേഖലയിലും. പൈലറ്റ് പദ്ധതി കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ. വാർത്തകൾ വിശദമായി. പുനലൂർ താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ചെമ്മന്തൂർ ഹൈസ്കൂളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. താലൂക്ക് സമാജത്തിന്റെ നിലവിലെ ഭാരവാഹികളുടെ പാനലും മുൻ മാനേജർ എബ്രഹാം ജോർജ് നേതൃത്വം നൽകുന്ന പാനലുമായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. പ്രസിഡന്റ്, സെക്രട്ടറി, മാനേജർ എന്നിവർക്ക് പുറമെ 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുമായിരുന്നു നടന്നത്.
രാവിലെ 8 മണിയോടെ ചെമ്മന്തൂർ ഹൈസ്കൂളിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ശശികുമാർ ആയിരുന്നു വരണാധികാരി. 2127 അംഗങ്ങളുള്ള താലൂക്ക് സമാജത്തിൽ 1814 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. 3 പോളിംഗ് ബൂത്തുകളായിരുന്നു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിരുന്നത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 25-ൽ പരം ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണസമിതിക്ക് മികച്ച വിജയം. പാനലിൽ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. സ്കൂൾ മാനേജർ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ 1-ാം നമ്പർ എബ്രഹാം ജോർജ് 632 വോട്ട്, 2 എൻ മഹേശൻ 1119. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച 14 സ്ഥാനാർത്ഥികളുടെ വോട്ട് വിവരമാണ് ഇനി പറയുന്നത്. 1 ബാബു പി 400 വോട്ട്, 2 ജയപ്രസാദ് അടൂർ എൻ ജയപ്രസാദ് 1154 വോട്ട്, ജെ പി ജോൺ കൂടാരത്തിൽ 485 വോട്ട്, 4 ജെ ജ്യോതി 1018 വോട്ട്, 5 അഡ്വക്കേറ്റ് എസ് എം ഖലീൽ 983 വോട്ട്. തിളക്കമാർന്ന വിജയമാണ് താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണസമിതി പാനൽ നേടിയത്. പ്രസിഡന്റ്, സെക്രട്ടറി, മാനേജർ എന്നിവർക്ക് പുറമെ പാനലിലെ 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും വിജയിച്ചു. നിലവിലെ ഭരണസമിതി പാനലും മുൻ മാനേജർ എബ്രഹാം ജോർജ് നയിക്കുന്ന പാനലും തമ്മിലായിരുന്നു മത്സരം. നിലവിലെ താലൂക്ക് സമാജം പ്രസിഡന്റ് എൻ ബി ജോണും സെക്രട്ടറി അശോക് ബി വിക്രമനും മാനേജർ എൻ മഹേശനും മികച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് എൻ ബി ജോൺ എതിർ സ്ഥാനാർത്ഥി സി ബി വിജയകുമാറിനേക്കാൾ 571 വോട്ടുകൾ കൂടുതൽ നേടി. എൻ ബി ജോണിന് 1155 വോട്ടുകൾ ലഭിച്ചപ്പോൾ 584 വോട്ടുകൾ മാത്രമാണ് സി ബി വിജയകുമാറിന് നേടാനായത്. സെക്രട്ടറി അശോക് ബി വിക്രമന് 1262 വോട്ടുകൾ ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ എൻ കുഞ്ഞികൃഷ്ണൻ ഉണ്ണിത്താന് 479 വോട്ടുകളാണ് ലഭിച്ചത്. അശോക് ബി വിക്രമന്റെ ഭൂരിപക്ഷം 783 വോട്ടുകളാണ്. മാനേജർ സ്ഥാനത്തേക്ക് നിലവിലെ മാനേജർ എൻ മഹേശനും മുൻ മാനേജർ എബ്രഹാം ജോർജും തമ്മിലായിരുന്നു മത്സരം. എബ്രഹാം ജോർജിന് 632 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൻ മഹേശൻ 1119 വോട്ടുകൾ നേടി. 487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ മഹേശൻ എബ്രഹാം ജോർജിനെ പരാജയപ്പെടുത്തിയത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള 6 പേരും മികച്ച വിജയമാണ് നേടിയത്. അടൂർ എൻ ജയപ്രസാദിന് 1154 വോട്ടും ജെ ജ്യോതിക്ക് 1118 വോട്ടും ലഭിച്ചു. അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രന് 1141 വോട്ടും സി പി ശാമുവലിന് 981 വോട്ടും സി വിജയകുമാറിന് 1058 വോട്ടും ലഭിച്ചു. എസ് എം ഖലീലിന് 983 വോട്ടുകളാണ് ലഭിച്ചത്. മുൻ മാനേജർ എബ്രഹാം ജോർജ് നേതൃത്വം നൽകിയ പാനലിൽ 3 പേർക്ക് മാത്രമാണ് 500-ന് മുകളിൽ വോട്ടുകൾ ലഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തെ താലൂക്ക് സമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുന്നതെന്ന് പാനലിന് നേതൃത്വം നൽകിയ എൻ ബി ജോണും അശോക് ബി വിക്രമനും എൻ മഹേശനും അഭിപ്രായപ്പെട്ടു. വിജയികളുമായി പ്രവർത്തകർ പുനലൂർ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. പുനലൂർ താലൂക്ക് സമാജം പുനലൂരിന്റെ അഭിമാനമാണെന്നും പുനലൂർ താലൂക്ക് സമാജത്തിലെ നിലവിലുള്ള ഭരണസമിതിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്ത പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുകയാണ്. താലൂക്ക് സമാജത്തിൽ സത്യസന്ധവും നീതിപൂർവമായ പ്രവർത്തനങ്ങൾ നിലവിലുള്ള ഭരണാധികാരികളുടെ കരങ്ങളിൽ സുരക്ഷിതമെന്ന് വിധിയെഴുതിയ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുനലൂർ താലൂക്ക് സമാജം ഭരണസമിതി എന്നത്. ലൈവ് വാർത്ത, പുനലൂർ. വേനലവധി അവസാനിക്കാറായതോടെ കിഴക്കൻ മേഖലയുടെ സൗന്ദര്യ ആസ്വാദനത്തിനായി സഞ്ചാരികളുടെ തിരക്കേറുന്നു. അന്യസംസ്ഥാനക്കാരായ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരാണ് ദിനംപ്രതി കിഴക്കൻ മേഖലയിലേക്ക് എത്തുന്നത്. കിഴക്കൻ മേഖലയുടെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന ആകർഷണമായ ഇക്കോ ടൂറിസത്തിലാണ് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നത്. വേനലവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള ഇക്കോ ടൂറിസത്തിന്റെ ഭാഗങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കോ ടൂറിസത്തിന്റെ വരുമാനത്തിലും ഇക്കുറി വർധനയുണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാൻപാർക്കിലും തെന്മല ലുക്കൌട്ടിലുമെല്ലാം സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. സഞ്ചാരികൾക്കായി വഴിയോര വിശ്രമത്തിനായി പ്രത്യേക സൌകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ അഡ്വഞ്ചർ സോൺ, ലെഷർ സോൺ, ബോട്ടിംഗ് എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ സഞ്ചാരികൾ എത്തിത്തുടങ്ങും. തെന്മല ഡാമും പ്രധാനമായും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ലൈവ് വാർത്ത, തെന്മല. പത്തനാപുരത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു.
പത്തനാപുരം കടക്കാമൺ സ്വദേശി ഡാനിയൽ മാത്യു ആണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. കല്ലുംകടവിനും ശാലേംപുരത്തിനും ഇടയിലുള്ള വളവിൽ വെച്ചാണ് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ വയോധികൻ മരിച്ചു. പത്തനാപുരം കടക്കാമൺ ഇടുപിടിക്കൽ വീട്ടിൽ ഡാനിയൽ മാത്യു ആണ് മരിച്ചത്. അടൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് വരികയായിരുന്നു ഇരുവാഹനങ്ങളും. സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടയിലാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്നാണ് സൂചന. ഗുരുതരമായി പരിക്കേറ്റ ഡാനിയൽ മാത്യുവിനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. പത്തനാപുരം പോലീസ് കേസെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. മകന് സ്കൂട്ടർ വാങ്ങി നൽകിയ ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ബൈക്ക് അപകടത്തിൽ ഡാനിയൽ മാത്യുവിന്റെ ജീവൻ നഷ്ടമായത്. പിതാവിന്റെ ജീവനെടുത്ത അപകടത്തിന് മകൻ ദൃക്സാക്ഷിയായി. മകന് സ്കൂട്ടർ വാങ്ങി നൽകിയ ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് ഡാനിയലിന്റെ ജീവനെടുത്ത അപകടമുണ്ടായത്. മകൻ തന്റെ പുതിയ സ്കൂട്ടറിലും ഡാനിയൽ തന്റെ ബൈക്കിലുമായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ശാലേംപുരത്തുള്ള ഇറക്കത്ത് വെച്ച് പിറകെ വന്ന സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു അപകടം. പിതാവിന്റെ ജീവനെടുത്ത അപകടത്തിൽ മകൻ ദൃക്സാക്ഷിയായി. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് മറിഞ്ഞു വീണ ഡാനിയലിന്റെ തലയ്ക്ക് മുകളിലൂടെ ബസ് കയറി ഇറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ആവശ്യമില്ലാത്ത ഞാൻ ഓടി വരുമ്പോൾ മരിച്ചു കിടന്നു. അയാളുടെ മാൻ ഇവിടെ നിന്ന് കരയുന്നു. രണ്ടുപേരുണ്ടായിരുന്നു ബൈക്കിലല്ലേ? അല്ലല്ല, രണ്ട് ബൈക്കില്ല. ആ ബൈക്ക് തോട്ടിൽ അവിടെ എടുത്ത് വെച്ചിട്ടു. പിന്നെ ആംബുലൻസ് വന്നപ്പോൾ ട്രക്ടർ കൊണ്ടുവച്ചു. ഞാനിവിടെ സഹായിച്ചു, പൊക്കി വെച്ചു, ആംബുലൻസ് കയറ്റി. ഇത്രയും പേരെ എനിക്കറിയാം. പ്രദേശത്തെ അശാസ്ത്രീയമായ വളവും ഇറക്കവും അപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. പാലരുവി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡിന്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനവും കർഷക സംഗമവും തിങ്കളാഴ്ച നടക്കും. പത്തനാപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം അറിയിച്ചത്. നൂതന കാർഷിക സംരംഭമാണ് പാലരുവി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. എല്ലാ വില്ലേജുകളിലും കർഷകരുടെ ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ഫാർമേഴ്സ് ക്ലബ്ബുകളെ കമ്പനിയിൽ അംഗങ്ങളാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് കർഷകർക്ക് ആവശ്യമുള്ള ഉൽപാദന ഉപാധികൾ, വിത്ത്, വളം, ജൈവ കീടനാശിനികൾ, ജീവാണുവളങ്ങൾ, നടീൽ വസ്തുക്കൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയ എല്ലാ ഉൽപാദന ഉപാധികളും ന്യായമായ വിലയിൽ കർഷകരിൽ എത്തിക്കാനും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് ആദായകരമായ വില ലഭിക്കത്തക്ക നിലയിലുള്ള കമ്പോള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി രൂപീകൃതമായിട്ടുള്ളത്. നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി പൂർണ്ണമായി ഉൽപ്പാദിപ്പിക്കുക, മറ്റ് നാണ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ വർധന വരുത്തുക, തരിച്ചു കിടക്കുന്ന കൃഷിയിടങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ നേതൃത്വത്തിൽ ലാൻഡ് ബാങ്ക് രൂപീകരിച്ചുകൊണ്ട് ഏറ്റെടുത്ത് കൃഷി നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. പത്തനാപുരം കല്ലുംകടവ് ആസ്ഥാനമാക്കി ആരംഭിക്കുന്ന പാലരുവി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡിന്റെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും കർഷക സംഗമവുമാണ് 15-ാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പ്രമുഖരായ കർഷകരെ ആദരിക്കുകയും ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VS സുനിൽകുമാർ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ബിജു കെ മാത്യു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കർഷക സംഗമം KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ഷെയർ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം മുൻ രാജ്യസഭാ അംഗം KN ബാലഗോപാൽ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജഗദമ്മ, K രാജഗോപാൽ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, സ്റ്റാൻലി ചാക്കോ, NS പ്രസന്നകുമാർ, H നജീബ് മുഹമ്മദ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. പത്തനാപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റാൻലി ചാക്കോ എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഏടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു.
ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷര വീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സ്ത്രീ സുരക്ഷ നമ്മുടെ കടമ പദ്ധതി കൊട്ടാരക്കര റൂറൽ പോലീസ് മേഖലയിലും നടപ്പാക്കുന്നു. പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്ടിനായി കടക്കൽ ഗ്രാമപഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷ നമ്മുടെ കടമ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. കൊട്ടാരക്കര റൂറൽ പോലീസ് മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്ടിനായി കടക്കൽ ഗ്രാമപഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രോജക്ടിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല സുരക്ഷാ സമിതിയുടെ രൂപീകരണവും നടന്നു. പോലീസ്, ജനപ്രതിനിധികൾ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗൻവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയ സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കടക്കലിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയാൽ മറ്റ് പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. ലൈവ് വാർത്ത, കടക്കൽ. മെയ് 14 ലോക മാതൃദിനം. ജന്മം കൊണ്ട് അമ്മയായില്ലെങ്കിലും കർമ്മം കൊണ്ട് അനവധി പേരുടെ അമ്മയാണ് സ്നേഹതീരത്തിലെ സിസ്റ്റർ റോസ്ലിൻ ചെറായി. ലൈവ് വാർത്ത സ്പെഷ്യൽ റിപ്പോർട്ട്. എത്രയോ അമ്മമാര് കരയുന്നുണ്ട് എന്റെ അടുത്ത്, മോളെ എന്റെ മകനെ ഒന്ന് വിളിക്ക്, എനിക്കൊന്ന് കാണണം, അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയണം. ഇപ്പോഴും അമ്മയ്ക്ക് മക്കളെ കുറിച്ചുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എത്ര നിഘണ്ടുവിൽ ചേർത്തുവെച്ചാലും അനന്തമായി പിന്നെയും അവശേഷിക്കും. സ്നേഹമെന്നും വാത്സല്യമെന്നും കരുണയെന്നും കാഴ്ചയെന്നുമെല്ലാം അമ്മയെ വിളിക്കാം. ഇവയെല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു മാലാഖയെ പോലെയാണ് സിസ്റ്റർ റോസ്ലിൻ, സ്നേഹതീരത്തിന്റെ അമ്മ. തെരുവിലലയാൻ വിധിക്കപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും കാരുണ്യത്തിന്റെ കൂടും കൂട്ടായ്മയുടെ കൂട്ടുമൊരുക്കി നൽകുകയാണ് സ്നേഹതീരത്തിലെ ഈ അമ്മ. വയർനിറയെ ഭക്ഷണവും മനസ്സു നിറയെ സ്നേഹവും ഇവിടുത്തെ അന്തേവാസികൾക്ക് ഈ അമ്മ പകർന്നു നൽകുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹതീരത്തിലെ മുതിർന്നവർക്കും സിസ്റ്റർ റോസ്ലിൻ അമ്മ തന്നെയാണ്. സ്നേഹതീരത്തിന്റെ വയസ്സ് പലത് പിന്നിട്ടെങ്കിലും സ്നേഹതീരം വളരുകയാണ്. ജീവിതത്തിലെ പല ദുരിത വഴികളിലൂടെ ഇവിടെ എത്തപ്പെട്ട സ്നേഹതീരത്തിലെ ഓരോ അന്തേവാസികൾക്കും പറയാൻ കഥനകഥകൾ പലതുണ്ട്. ഇവരുടെ എല്ലാ ആവലാതികളും സമാധാനത്തോടെ കേൾക്കാൻ ഈ അമ്മയും. ഉണ്ണാനും ഉടുക്കാനും ആവോളമുള്ളവർക്കിടയിൽ ഇവിടുത്തെ 300ഓളം വരുന്ന വയറുകൾ നിറയ്ക്കാൻ ഈ അമ്മ ഓരോ ദിവസവും പാടുപെടുകയാണ്. എല്ലാം കുരിശിലേറ്റപ്പെട്ടവന്റെ കാൽക്കൽ സമർപ്പിച്ച ഇവരുടെ കണ്ണീരിന്റെ നനവറിയാവുന്ന ഈശ്വരൻ ഇതുവരെയും ഇവിടെ അന്നം മുട്ടിച്ചിട്ടില്ല. ഇത്തവണയും മാതൃദിനത്തിലെങ്കിലും അമ്മയെ ഒന്ന് ഓർക്കുന്നവരും കാരുണ്യത്തിന്റെ കനിവ് പറ്റാത്തവരും മറക്കരുത് സ്നേഹതീരത്തെയും ഇവിടുത്തെ ഈ അമ്മയെയും, അല്ല നന്മയെയും. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങ് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ഹൈടെക് യുഗത്തിലേക്കാണ് മനുഷ്യരെല്ലാം പോയിരിക്കുന്നത്. മലയാള അക്ഷരം തന്നെയാണ് പഠിപ്പിക്കേണ്ടതെങ്കിലും നമുക്കറിയാം ഈ ക്ലാസ് മുറികൾ ഇങ്ങനെ പോരാ. കാര്യം കമ്പ്യൂട്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ബോർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് സ്വകാര്യ സ്കൂളുകൾ പൊക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ഇപ്പോ സ്വകാര്യ സ്കൂളുകളുടെ എല്ലാ സൗകര്യം വർദ്ധിച്ചു വരിക, സർക്കാർ സ്കൂളെല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ സർക്കാർ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്ന് കേരളം തെളിയിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഭാഗ്യവശാൽ ഇപ്പോ പുതിയ ഗവൺമെന്റ് നിശ്ചയിച്ചേക്കുന്നത് സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന സർക്കാർ സ്കൂളുകൾ എന്നാണ്. അതിലൊരു സംശയമില്ല. എല്ലാ ഗവൺമെന്റ് സ്കൂളിലൊക്കെ നമ്മൾ വെക്കുന്നത് പോലെ തന്നെ സർക്കാർ ഇപ്പൊ 100 കോടി രൂപയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. 5 കോടി രൂപയുടെ പദ്ധതി എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റും ഒരു നഗരസഭയുടെയും ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് വേണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ക്ലാസ് മുറികൾ പോലും കോൺക്രീറ്റ് കെട്ടിടത്തിലാക്കണം. കോൺക്രീറ്റ് കെട്ടിടം എന്ന് പറയാൻ കാര്യം നമുക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ബോർഡുകളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളോ ഒക്കെ സൂക്ഷിച്ച് അതേപോലെയുള്ള ക്ലാസ് മുറികൾ നമുക്കുണ്ടാകണമെങ്കിൽ അതിന് ഈ ഓട് പോരാ. അല്ലെങ്കിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞിട്ട് ഒരു മഴ പെയ്താൽ തീരും നമ്മുടെ ഡിജിറ്റലൈസേഷൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സ്കൂളിൽ നടന്ന ജനകീയ സദസ്സിൽ വാർഡ് കൌൺസിലർ കെ രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ KG എബ്രഹാം, PTA പ്രസിഡന്റ് V രാജൻപിള്ള, മാതൃസമിതി പ്രസിഡന്റ് M നസീമ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനും കൂടിയായിരുന്നു ജനകീയ സദസ് സംഘടിപ്പിച്ചത്. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ പ്രണവം ആശുപത്രിയിൽ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പുനലൂർ പ്രണവം ആശുപത്രിയിൽ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെയായിരുന്നു സൗജന്യ ഹൃദ്രോഗ ചികിത്സാ ക്യാമ്പ്. ഡോക്ടർ ബിഷ്ണു കിരൺ, ഡോക്ടർ N അനിൽകുമാർ, ഡോക്ടർ S നാരായണൻ നായർ, ഡോക്ടർ G പ്രവീൺ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാർഡിയോളജി, ഡയബറ്റോളജി, ഡയറ്റീഷ്യൻ വിഭാഗങ്ങളിൽ കൺസൾട്ടേഷനും വിവിധ ലാബ് ടെസ്റ്റുകളും സൗജന്യമായി നടന്നു. എക്കോ, TMD പരിശോധനകൾക്ക് 50% ഡിസ്കൌണ്ട് ഏർപ്പെടുത്തിയിരുന്നു. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്ക് പ്രത്യേക ഡിസ്കൌണ്ടും ഏർപ്പെടുത്തി. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തവർക്കായിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണസമിതിക്ക് മികച്ച വിജയം. പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ ഗൃഹനാഥൻ മരിച്ചു. ദുരന്തത്തിന് ദൃക്സാക്ഷിയായി മകൻ. സ്ത്രീ സുരക്ഷ നമ്മുടെ കടമ പദ്ധതി കൊട്ടാരക്കര റൂറൽ പോലീസ് മേഖലയിലും. പൈലറ്റ് പദ്ധതി കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,